മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അപ്പം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത് എന്താണ്? മഹത്വമാണ് ദൈവപൈതലിനെ. അതുകൊണ്ടാണ് ഈ മഹത്വം കിട്ടിയ ഒരു കാലത്ത് അതിനെക്കുറിച്ചൊരു ഓർമ്മ 10 വർഷം എപ്പോഴും സൂക്ഷിച്ചു വെക്കും. അത് ഞങ്ങള് എല്ലാം മറന്നാലും 10 വർഷം ഒരു കാര്യം മറന്നില്ല. എന്താണ്? ഞങ്ങളും അവന്റെ കൂടെ മഹത്വത്തിന്റെ മറുരൂപ മലയിൽ ഉണ്ടായിരുന്നു. 2 പത്രോസിന്റെ 1:17. പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു. അപ്പൊ ദൈവത്തിൽ നമ്മൾ സ്വീകരിക്കണ ബേസിക്കായിട്ട് എന്താണ്? ബഹുമാനവും മഹത്വമാണ്. അത് മറന്നു പോരുത്. ദൈവം നമ്മൾ ബഹുമാനിതനായിട്ടും മഹത്വമുള്ളവനായിട്ടും കാണാൻ വേണ്ടിയാണ് പലപ്പോഴും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ ദൈവം കൊണ്ടുപോണത്. ഇവൻ എന്റെ പ്രിയപുത്രൻ. അതെന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമ പ്രാഭവത്തിൽ നിന്ന് പിതാവിന്റെ മഹിമ പ്രാഭവത്തിൽ നിന്ന് അവന്റെ അടുത്ത് വരികയും ചെയ്തു. സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു. എന്തെന്നാൽ ഞങ്ങളും അവന്റെ കൂടെ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു. ഏറ്റവും ജീവിതത്തിൽ മറക്കാത്ത ഒരു അനുഭവമാണിത്. കർത്താവിൻ്റെ മലയിൽ ഉച്ചിയിലൊരു പള്ളിയുണ്ട്, കർത്താവ് മഹത്വപ്പെട്ട സ്ഥലത്ത്. ഞാൻ അന്ന് മുതലൊക്കെ എപ്പോഴും ഈ മഹത്വത്തെക്കുറിച്ച് ഒത്തിരി ഞാൻ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് ഇക്കാലത്തും വരാൻ പോകുന്ന കാലത്തും ആവശ്യമായത് എന്താണ്? അത് മഹത്വമാണ്. ഈശോയ്ക്ക് ലഭിച്ചിരുന്ന മഹത്വമാണ്. നമ്മൾ അതിൻ്റെ സ്ഥാനത്ത് വേറെ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചിട്ട് മഹത്വത്തെ നമ്മൾ മങ്ങലേൽപ്പിക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും ദൈവം നമ്മുടെ അറിവില്ലായ്മ കാരണം ദൈവം എപ്പോഴും അങ്ങനെ ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ട് നമ്മൾ ഇടപെട്ടിട്ട് ചെറിയ കാര്യങ്ങൾ തമ്പുരാനായിട്ട് അങ്ങനെ ജീവിക്കും. എപ്പോഴും നാം മനസ്സിലാക്കേണ്ടത്, ഈ സാധാരണ മനുഷ്യന്മാരെന്ന് പറയണത് ഇപ്പൊ എന്തിനാണ് പ്രാർത്ഥിക്കണത്? എനിക്ക് ഇപ്പൊ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നല്ലേ പറയണത്. ചില പ്രാർത്ഥിക്കാത്ത പറയണത് നിങ്ങൾ പോയി പ്രാർത്ഥിക്കും, എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയാ. എന്നുവെച്ചാൽ ഇവിടെ എന്തോ കാര്യത്തിന് വേണ്ടിയാണ്